സ്റ്റാർട്ട് ബട്ടണിൽ ഇവിടെ ഈ കാണുന്ന ഇതാണ് സ്റ്റാർട്ട് ബട്ടണിൽ ഈ മുകളിൽ കാണുന്ന ഭാഗം കുറേയേറെ സ്ഥിരമായിട്ടിരിക്കാനാണ് സാധ്യത. ഈ രണ്ട് ബട്ടൺ കൈകാര്യം ചെയ്യുന്നതിനായിട്ട്, ഇത് റിമൂവ് ചെയ്യുന്നതിനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിന് റിമൂവ് ഫ്രം ദിസ് ലിസ്റ്റ് കൊടുക്കാം. ഇതുപോലെ തന്നെ ഇത് റിമൂവ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിമൂവ് കൊടുക്കുക. പക്ഷെ ഇത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അങ്ങനെ കൊണ്ടുവരാനായിട്ടുള്ള സംവിധാനമില്ല. ഇങ്ങനെയാവുമ്പോൾ ഇതിന്റെ സ്റ്റാർട്ട് ബട്ടൺ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസിലേക്ക് പോവാം. ഇവിടെ കസ്റ്റമൈസ് ക്ലിക്ക് ചെയ്ത് ഇന്റർനെറ്റ് ഇമെയിൽ എന്ന രണ്ട് ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അത് രണ്ടും ക്ലിക്ക് ചെയ്യുക. ഇനി ഇമെയിലിന് പകരമായിട്ട് നിങ്ങൾ ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഔട്ട്ലുക്ക് ആണുള്ളത്, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇതാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഇന്റർനെറ്റ് ഐഡീസ് അവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇനി മറ്റേതെങ്കിലും ഓപ്ഷൻസ് ആണ് ഇവിടെ വേണ്ടതെങ്കിൽ, ഉദാഹരണമായിട്ട് ഇപ്പോൾ ഫോട്ടോഷോപ്പ് ആണ് വേണ്ടതെങ്കിൽ ഫോട്ടോഷോപ്പിന്റെ ഐക്കണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പിൻ ടു സ്റ്റാർട്ട് മെനു എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ആ ഐക്കൺ അവിടെ കാണാനായിട്ട് സാധിക്കും. റിമൂവ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റിമൂവ് ഫ്രം ദിസ് ലിസ്റ്റ് എന്നോ അൺപിൻ ഫ്രം ദിസ് സ്റ്റാർട്ട് മെനു എന്നോ കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് റിമൂവ് ചെയ്ത് പോകും. ഇവിടെ കാണുന്ന ഐറ്റംസിൽ, അതായത് നമ്മൾ സ്ഥിരമായി ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കാണുന്നതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ഫ്രം ദിസ് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പോകാനായിട്ട് സാധിക്കും.